ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 27, 28 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ല. എത്രാമത്തെയാണ്? 36ാമത്തെ. ഓർത്തിരിക്കാം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. ഏത് ജില്ലയാണ്? കാസർഗോഡ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, വി.ടി. ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല. വി.ടി. ഭട്ടതിരിപ്പാട് സ്മാരകം വരുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ വലിപ്പം കൂടിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട് ജില്ല. ഇതുവരെ ഒന്നാമതായിരുന്നു, പക്ഷേ റീസെന്റ് ഇടുക്കിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. രണ്ടാമത്തെ വലിയ ജില്ല പാലക്കാട്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വി.ടി. ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? പാർവതി ബർവ. പാർവതി ബർവയാണ് പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ. ഈ പാർവതി ബർവ ഏത് സംസ്ഥാനത്തെ സ്വദേശിനിയാണ്? അസം ആണ് പുള്ളിക്കാരുടെ സംസ്ഥാനം. ഓർത്തിരിക്കാം. നമ്മുടെ നാലാമത്തെ ചോദ്യം, ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ദേശീയ ഭൂമിശാസ്ത്ര ദിനം എന്നാണ്? ദേശീയ ഭൂമിശാസ്ത്ര ദിനം ജനുവരി 27-നാണ്. ഓക്കെ. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? അരീന സെബലങ്ക. അരീന സെബലങ്കയാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ ആരാണ്? പ്രീതി രജക്. മധ്യപ്രദേശുകാരിയായിട്ടുള്ള പ്രീതി രജക് ആണ് കരസേനയിലെ ആദ്യ സുബേദാർ, വനിതാ സുബേദാർ. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം. സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം, നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത്. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ്. ഓർത്തിരിക്കുക. ആരാണ്? സുഭാഷ് ചന്ദ്രൻ. നമ്മുടെ പത്താമത്തെ ചോദ്യം, ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി ഏതാണ്? തൃശൂർ ജില്ലയാണ്. ഓക്കെ. നമ്മുടെ 11ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ഡാറ്റ പ്രൈവസി ദിനം. അന്താരാഷ്ട്ര ഡാറ്റ പ്രൈവസി ദിനം എന്നാണ്? ജനുവരി 28. നമ്മുടെ 12ാമത്തെ ചോദ്യം, ഏത് രാജ്യത്തേക്കാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത്? ഏത് രാജ്യത്തേക്കാണ്? ഫിലിപ്പീൻസിലേക്കാണ്. ഓക്കെ. നമ്മുടെ അവസാനത്തെ ചോദ്യം, ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭിക്കുവാനായി കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭിക്കുവാനായി കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 14454. ഓർത്തിരിക്കുക. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോയുടെ നോട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. റൂട്ടഡ് ആപ്പിൽ LDCയുടെ ഫ്രീ കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ PSC റിലേറ്റഡ് വീഡിയോസിനും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.